ഇടിച്ചക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. അത് ഉണക്കപ്പയർ ഇട്ടിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചിലർ മുതിരൊക്കെ ഇട്ടിട്ട് വെക്കും, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണക്കപ്പയറും ഇടിച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഇടിച്ചക്കയാണിത്. ഞങ്ങൾ ഷാബിയാത്തയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഷാബിയാത്ത എൻ്റെ അമ്മയുടെ മോളാണ്. പിന്നെ ഷാബിയാത്താനെ കല്യാണം കഴിച്ചത് ഇവിടുത്തെ യൂസഫ്ക്കാരുടെ ഉമ്മയുടെ ഏട്ടത്തിരെ മോനാണ്. അപ്പോൾ ഞങ്ങൾ 2 ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ താത്താടെ വീട്ടിൽ പോയി. നല്ല രസമുള്ള വീട് കേട്ടോ. അവർ നല്ല റബ്ബറൊക്കെ ഇതായിട്ട് അതിൻ്റെ നടുവിൽ റബ്ബറും കാട് പോലെ നല്ല രസമാണ് കാണാൻ. വീട് നല്ല തണലുള്ള നല്ല തണവുള്ള ഒരു അന്തരീക്ഷം അവർ വീട്ടിൽ പോയപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ കുരങ്ങന്മാരൊക്കെ നല്ല ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാലും ചക്കൊക്കെ ഉണ്ടാവത്ര, വലുതായ കൊണ്ടുപോകത്ര. അപ്പോൾ ഞങ്ങൾക്ക് ഇടിച്ചക്ക വേണമെങ്കിൽ കൊണ്ടുപോയിക്കുമെന്ന് പറഞ്ഞിട്ട് ഇടിച്ചക്ക കൊടുന്നോട്ടെ. അപ്പോൾ ഉണക്കപ്പയർ ഇട്ട് വേവിച്ചു. അപ്പോൾ ആദ്യം വെണ്ടക്ക വറുത്തെടുത്തു കേട്ടോ. ഉപ്പേരി തൂമിക്കുന്നതിന് മുന്നേ അത് വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പപ്പടം പൊരിച്ചെടുത്തു. ആ പപ്പടം പൊരിച്ച എണ്ണയിൽ തന്നെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകൊക്കെ വേണം കേട്ടോ. ഉണക്കമുളക് ചതച്ചതാണ് ഈ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മുളക് പൊടി ഇടുന്നേക്കാളും നല്ല ടേസ്റ്റ് ഉണക്കമുളക് കുത്തിയതാട്ടോ. കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ വേവിച്ച് വെച്ച ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ആദ്യത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉപ്പേരി റെഡി കേട്ടോ. കണ്ടോ, കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ആ കുക്കറിൽ തന്നെ സാമ്പാർ കഷ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവില്ലേ, ആ പരിപ്പും കഷ്ണം അരിഞ്ഞതൊക്കെ അതിൽ ഇട്ടെടുത്തു കേട്ടോ. ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാട്ടോ, നാളികേരം നിറയ്ക്കാൻ പറ്റണ്ടേ. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അത് കഷ്ണം പരിപ്പും കൂടി വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നവരൊക്കെ വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്കുള്ള പുളി വെള്ളത്തിലിട്ടേക്കുക. എന്നിട്ട് കഷ്ണം വെന്തതിന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കുക. പുളി പിഴിഞ്ഞിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് വറുത്ത വെണ്ടക്കായും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 2 തള തിളപ്പിച്ചാൽ മതിട്ടോ, വല്ലാണ്ട് തിളപ്പിക്കാനൊന്നുമില്ല. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ടിട്ട് നമുക്ക് താളിച്ചിടാം. അതിനായിട്ട് ആദ്യം ഉലുവ, കടുക്, കറിവേപ്പില, വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വരുമ്പോൾ അതിൽ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് കറിക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാറായി, ഉപ്പേരിയായി, പപ്പടം പൊരിച്ചു. നല്ല രസമായിട്ട് ഇങ്ങനെ സാമ്പാർ വെച്ചാൽ. നമുക്ക് ചോറെടുത്തിട്ട് അതിൽ സാമ്പാറും ഉപ്പേരിയും പപ്പടമൊക്കെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ഉച്ചയാണ് കേട്ടോ അത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇത്ര ദിവസം വീഡിയോസൊക്കെ എടുക്കാൻ. ഈ സൗണ്ടിൻ്റെ പ്രശ്നം കാരണമാണ്, പനി കാരണം സൗണ്ടൊന്നും ഇല്ലാത്ത തന്നെ.